ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമുക്ക് അടിപൊളി ഒരു പത്തിരി ഉണ്ടാക്കിയാലോ, കൈപ്പത്തിരി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ട നമുക്ക് അരിപ്പൊടിയാണ്. നമ്മൾ നൂൽപുട്ടിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അത് 2 കപ്പ് അരിപ്പൊടി പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കറുത്ത എള്ളും 1/4 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചുരണ്ടിയ ചേർത്ത് കൊടുക്കുക. പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. തേങ്ങ ചുരണ്ടി നിങ്ങൾക്ക് 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടുതൽ ചേർക്കുന്നതനുസരിച്ച് ടേസ്റ്റ് ഡബിളായി കിട്ടോ. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണേ, എല്ലാം കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെറുതായിട്ടൊന്ന് തണിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ ചെറുതായിട്ട് തണിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിത് റെഡിയാക്കുന്നത് വാഴയിലാണ് കേട്ടോ. അപ്പോൾ വാഴയിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കൈ കൊണ്ട് നമ്മൾ പരത്തിയിട്ട് റെഡിയാക്കാം കേട്ടോ. പക്ഷെ ഇതിലുണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്ത് നമ്മളെ മാവ് ഇതിലേക്ക് അങ്ങ് വെച്ചുകൊടുത്തിട്ട് കൈ കൊണ്ടെല്ലാം അങ്ങ് പ്രസ് ചെയ്ത് പരത്തട്ടോ. അന്നപ്പാണ് നമ്മളെ പൊരിച്ച പത്തിരി, കൈപ്പത്തിരി എന്നൊക്കെ പറയും കേട്ടോ. ഇനി ഇതാ ചൂട് ദോശക്കല്ലിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അമ്പടാ, അങ്ങനെ ഒന്നിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡായി റെഡി ആയി വരട്ടെ സൈഡ്. ഇനി നമുക്ക് അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഈ ഒരു വിധത്തിലാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ നമ്മുടെ പത്തിരി ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. 2 സൈഡും റെഡി ആയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അടുത്തതും ഇതേപോലെ അങ്ങ് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പത്തിരി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റാം. ഈ ഒരു പത്തിരിക്ക് കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്താ, തേങ്ങാപ്പാൽ ചേർക്കും, പിന്നെ നല്ല ഇറച്ചിയോ മുളകിട്ടതോ ഒക്കെ ആയിട്ട് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കാൻ എളുപ്പമാട്ടോ. കാണുമ്പോൾ പ്രയാസമാണെന്ന് തോന്നും, പക്ഷേ ഉണ്ടാക്കാൻ എളുപ്പമാട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു.